ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതുവരെ +2 കഴിഞ്ഞതിന് ശേഷം നീറ്റിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാത്ത, ഫോർ എക്സാമ്പിൾ ക്രാഷ് കോഴ്സിനൊന്നും ജോയിൻ ചെയ്യാത്ത, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത, എന്നാൽ ഇനി നീറ്റ് എക്സാം വരുമല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്താലോ എന്ന് വിചാരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് തന്നെ ആദ്യമൊക്കെ ശ്രദ്ധിച്ചു, പിന്നെ ക്രാഷ് കോഴ്സ് ആകെ അങ്ങ് വിട്ടു. പിന്നെ ലാസ്റ്റ് നീറ്റ് എക്സാം അടുക്കുന്നതോറും നമുക്കൊരു റിയലൈസേഷൻ വരുമല്ലോ, എന്തെങ്കിലുമൊക്കെ പഠിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇനി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ആ ടൈപ്പ് ഓഫ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ +2 കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ക്രാഷിന് ജോയിൻ ചെയ്തു. ആദ്യത്തെ 2 ദിവസമൊക്കെ നന്നായിട്ടിരുന്ന് പഠിച്ചു. പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് എൻ്റെ ആ 2 ദിവസം ഉണ്ടായിരുന്ന ആ ഒരു പഠിക്കാനുള്ളൊരു ആവേശമൊക്കെ കുറഞ്ഞ് ലാസ്റ്റ് എനിക്ക് മടുത്തു. ഞാൻ നിർത്തി. ഓൾമോസ്റ്റ് ക്രാഷിൻ്റെ ക്ലാസ്സസ് ഒന്നും ശ്രദ്ധിക്കാണ്ട്, എക്സാംസിനൊക്കെ അച്ഛൻ വീട്ടിൽ ചീത്ത പറയുമെന്ന് പേടിച്ചിട്ട് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കി കോപ്പി അടിച്ചിട്ടായിരുന്നു എക്സാംസൊക്കെ എഴുതിയിരുന്നത്. പക്ഷേ നീറ്റ് എക്സാമിൻ്റെ ഒരു 2 ആഴ്ച ആയിരുന്ന സമയത്ത്, ഏകദേശം ഇപ്പം നിങ്ങളൊക്കെ കടന്നു പോകുന്ന ഈ ഒരു ഫേസ്, അപ്പോൾ എനിക്കൊരു ബോധോദയം ഉണ്ടായി, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. എന്തായാലും ഞാൻ ഡോക്ടർ ആവണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്തേ മതിയാവുള്ളൂ. സോ എന്തായാലും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഫസ്റ്റ് ചാൻസിൽ ഞാൻ എഴുതി കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് എനിക്കൊരു അസറ്റ് എന്ന് പറഞ്ഞുകൂടെ. അതായത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഫസ്റ്റ് ചാൻസിൽ തന്നെ പ്രത്യേകിച്ചൊന്നും പഠിക്കാണ്ട് തന്നെ ഇത്ര മാർക്ക് കിട്ടിയപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് കിട്ടും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ആ ഒരു മാർക്കിന് പറ്റും. അപ്പോൾ ആ ഫസ്റ്റ് ചാൻസിൽ തന്നെ എന്തെങ്കിലുമൊക്കെ മാർക്ക് ഉണ്ടാക്കണമെന്ന് കരുതി ഞാൻ ലാസ്റ്റ് 2 വീക്സ് ചെയ്തൊരു കാര്യമാണ് ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. ബേസിക്കലി ഒന്നുമില്ല, ബയോളജി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും നീറ്റിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഞങ്ങൾ 4 ഗേൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ഷെഡ്യൂൾ പോലെ ഉണ്ടാക്കി. ഞങ്ങൾ ഒരു ദിവസം ഒരു 4 or 5 ബയോളജി ചാപ്റ്റേഴ്സ് ഇരുന്ന് റിവൈസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ടൈം ടേബിൾ പോലെ ഉണ്ടാക്കി. എന്നിട്ട് രാവിലെ തൊട്ട് ഒരു വൈകുന്നേരം രാത്രി ആകുമ്പോഴത്തേക്ക് ഈ ചാപ്റ്റേഴ്സൊക്കെ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കും. എന്നിട്ട് രാത്രി ഞങ്ങൾ ഈ ഓരോ ചാപ്റ്ററിനും ഒരു 20 അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് ഒക്കെ, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള ഗൈഡിൽ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ 4 പേരുള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ഞങ്ങൾ എക്സാംസ് പോലെയൊക്കെ ചെയ്യുമായിരുന്നു. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ലാസ്റ്റ് 2 വീക്സ് ഞാൻ ബയോളജി നന്നായിട്ട് പഠിച്ചു. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഇരുന്ന് ബയോളജി മാക്സിമം സ്പീഡിലിരുന്ന് റിവൈസ് ചെയ്തു. ആൻഡ് അത് എൻ്റെ ഫസ്റ്റ് ചാൻസിൽ ഞാൻ എഴുതിയതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ചാൻസ് എഴുതിയതിൻ്റെ മാർക്ക് ഞാൻ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കിയിട്ടൊന്നുമില്ല, ഞാൻ തന്നെ എക്സാം കഴിഞ്ഞ് വന്ന് കാൽക്കുലേറ്റ് ചെയ്ത മാർക്കാണ്. അത് കറക്റ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇറ്റ് വാസ് അറൗണ്ട് 330 അല്ലെങ്കിൽ 360, അതിൻ്റെ ഇൻ ബിറ്റ്വീനുള്ളൊരു മാർക്കായിരുന്നു. അപ്പോൾ ആ ഒരു മാർക്കിൽ ഏകദേശം ഒരു 90% ബയോളജി എന്നുള്ള മാർക്കാണ്. ഫിസിക്സും കെമിസ്ട്രിയൊന്നും ഞാൻ ഫസ്റ്റ് ടൈം എക്സാം എഴുതുന്ന സമയത്ത് ഒന്നും നോക്കിയിരുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇഫ് നിങ്ങൾക്ക് ക്രാഷ് എന്ന് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ഒരു മാർക്കും ഇപ്പോൾ കിട്ടുന്നില്ല, അതായത് ബിലോ 100 ആ രീതിയിലൊക്കെയാണ് നിങ്ങളുടെ മാർക്ക് പോകുന്നതെങ്കിൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇനി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട സബ്ജക്റ്റ് ഈസ് ബയോളജി നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ ഇനോർഗാനിക് കെമിസ്ട്രി ഒക്കെ നന്നായി അറിയുന്ന ആൾക്കാർക്ക് അത് ലാസ്റ്റ് ടൈം ഒന്ന് റിവൈസ് ചെയ്താൽ മാർക്ക് നന്നായിട്ട് കൂടാൻ ചാൻസസ് ഉണ്ട് കെമിസ്ട്രിയിൽ. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ നോക്കിയിട്ട് ഫൈനൽ നീറ്റ് ആവുന്ന സമയത്തേക്ക് ബയോളജിയിലെ എല്ലാ ചാപ്റ്റേഴ്സും, അതുപോലെ തന്നെ ഇനോർഗാനിക് കെമിസ്ട്രി, സമയമുണ്ടെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി, ഇതൊക്കെ ഒരു 1 or 2 വട്ടം റിവൈസ് ചെയ്ത് പോകാനുള്ള രീതിക്ക് പഠിച്ചു പോവാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് നിങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ കയറുന്ന സമയത്ത് അവിടുന്ന് നിങ്ങളുടെ സീനിയറായിട്ട് കണ്ടുമുട്ടാം. ടാറ്റ.